വീരുവിരിപ്പ് കാണിക്കാതെ എടുക്ക പറ. ഹലോ ഗായ്സ്, ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു മിനിറ്റ് ഗൈസ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഹാപ്പി റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും. അപ്പൊ ഗൈസ്, ഇന്ന് എനിക്ക് അവധിയാണ്. അത് കാരണം ഞാൻ അമ്മയ്ക്ക് ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പൊ കമോൺ, നമുക്ക് പാത്രം കഴുകാം. നമ്മള് ഒരയ്ക്കുന്ന സാധനം കണ്ടില്ല. കിട്ടി പെട്ടെന്ന് കഴിയാൻ കാണിക്കും. വരാം. അത് സസ്പെൻസ് ആണ്. സസ്പെൻസ് എന്ന് പറയാൻ എത്ര ടേക്ക് എടുത്തെന്ന് അറിയാമോ? ഇങ്ങനെ പോയി അപ്പം പാത്രം കഴുകുന്ന മേടിച്ച് മടുക്കുമല്ലോ. മതി ഇനി നാളെ മുതൽ പൂപ്പിമോള് 4:30 ആകുമ്പം രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് അപ്പയ്ക്ക് ചോറ് വെക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നതാ ഉണ്ടാക്കണമെന്ന് പറയാം. ചപ്പാത്തി എഗ് റോസ്റ്റും വെക്കും. ചപ്പാത്തി ഞാന് രാവിലെ ദോശയും ചമ്മന്തിയും. അതാകുമ്പോൾ തട്ടയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതിയല്ലോ. ബാക്കിയെല്ലാം ചില ദിവസങ്ങളിൽ ചപ്പാത്തിയും മുട്ടക്കറിയും. അത് തള്ളാണേ. അത് കഴുകിക്കേ പാത്രം തള്ളാൻ നിൽക്കുകയല്ല. പാത്രം കഴുകിയിട്ട് വീട്ടിൽ പോ. ഉയ്യോ, മൊത്തം വെളുപ്പിച്ചിട്ട് അടങ്ങുള്ളല്ലോ. മതി. ഒരു ദിവസം എൻ്റെ പാത്രവും സ്പൂണും ഒക്കെ തേഞ്ഞു തീരുമല്ലോ. നിങ്ങളുടെ ഒരു സ്പൂണും കൊണ്ട് എത്ര നേരം നിൽക്കുന്നേ? ഇടയ്ക്ക് പിള്ളകളിക്ക് നടക്കുകയാണോ? ഇതൊക്കെയാണ് അടുക്കളയിൽ പാത്രം കഴുകാൻ കയറിയാൽ പൂപ്പിമുള്ള പ്രധാന പരിപാടി. ഒരു 5 പാത്രത്തിന് 2 മണിക്കൂർ എടുക്കും. കോഫി പ്ലീസ്. ഇരുവിരിപ്പ് കാണിച്ചതിന് ഞാൻ ചെയ്തോളാം, നീ ഇട്ടേച്ച് പൊക്കോളാൻ പറഞ്ഞതിന് പൂപ്പിമോളോട് പറഞ്ഞ് വാശിക്കിട്ട് ഒരയ്ക്കുവാണ്. എന്താ പണങ്ങി 2 കൊണ്ട് ഊരിട്ട് പണയി പോയി പൂപ്പിമോള്. ലിക്വിഡെല്ലാം തീർക്കുകയാണ്. 2 കൊണ്ടൊക്കെ ഊരി എനിക്ക് തന്നേച്ച് വാശി. അതിനകത്ത് ഒഴിക്കുന്നതിനാ ബാക്കി നല്ലപോലെ ഉരയ്ക്കാനാണ് പറഞ്ഞത്. കാരണം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അതൊക്കെ വയറ്റി ചെന്നാ വയറ്. ഞാൻ അമ്മയ്ക്ക് പാത്രമൊക്കെ കഴുകി കൊടുത്തു. ഇന്ന് അവിടെ ആയിക്കൊണ്ട് ഇനി ഞാൻ 2ാമത്തെ പണിയാണ് ചെയ്യുന്നത്. കൂട്ടത്തോടെ തക്കാളി നിൽപ്പുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് മാറ്റി വെച്ചായിരുന്നു. 2 എണ്ണം ഞാൻ വെച്ചു. ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം. 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പം 2 എണ്ണം വെച്ചു. ഇനി 3ാമത്തെ ഇവിടെ വെക്കണം. 4 പണി ചെയ്യാനൊക്കെ പഠിച്ച് അമ്മയുടെ കൂടെ അമ്മ പഠിപ്പിച്ചു എല്ലാം ചെയ്യാനൊക്കെ. ഇനി അത് പറിച്ച് മാറ്റി വെക്കുന്ന എല്ലാം കാണിച്ചില്ല. ഇതൊന്നിച്ച ഇരിക്കുന്നത്, അത് കാരണം ഒന്നിച്ച് വെക്കേണ്ട വരും. 2 മാറ്റിയപ്പോ ഒരെണ്ണം വേര് പോയില്ല. പക്ഷേ നിൽക്കുന്നേ മറ്റേ മണ്ണ് കൂട്ടിയെടുക്കാം. മണ്ണ് കൂട്ടിയെടുത്തില്ലെങ്കിൽ അത് വാഴിക്കും. അതൊക്കെ കൊണ്ടുപോവാ. ഇതേലാണ് അപ്പൊ ഞാൻ ഇത് നട്ടു. ഗൈസ്, ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്. അവിടെ തന്നെ നമുക്ക് നടാം. അതും വെച്ചു. ഗൈസ്, ഇനി 3ാമത്തെ പണി ഞാൻ പോവാണ്. ഗൈസ്, ഞാൻ വെള്ളം ഒഴിക്കുന്നതാണ്. വെയിൽ മങ്ങിയിട്ട് ഇച്ചിരി കൂടെ വെയിൽ മങ്ങിയിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോഴേക്ക്
ഞാന് ഇവിടെ ഇരിക്കാൻ പോവാണ്. വേറെ വല്ല അപ്പം ഗൈസ് ഞാൻ വെള്ളം ഒഴിക്കാൻ ഇച്ചിരി താമസിക്കും. അപ്പം 3ാമത്തെ മണി ചെയ്യാൻ പോവാണ്. 3 അത് പച്ചമുളക് മാറ്റി വെക്കാൻ പോവാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വെക്കാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. മതി 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 ഉപ്പി മതി. ചൂടെ താക്ക്. ആ മതി മതി പൂപ്പി. ഇനി നമുക്ക് അത് പറിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അത് എടുക്കാം. പതുക്കെ എടുക്കണം. ഗ്രോബാഗിൽ സാധ്യതയാണ്. ഒന്ന് കൂട്ടി എടുത്ത കണ്ട. ക്ഷമയാണ് നിങ്ങൾക്കൊക്കെ. ഇച്ചിരി മണ്ണിടാം. പറഞ്ഞോ. ആ താത്തു വെക്കണം. ഇച്ചിരി ഏറെ താത്തു പോയി. അപ്പം ഗൈസ് ഇതിന് ഇച്ചിരി നടുക്കോട്ടാക്കണം. കല്ലൊക്കെ ഉള്ള കിരട്ടി. അപ്പം ഗൈസ് ഞാന് 2 നട്ടു. മുളക് ചീനി നട്ടു. പിന്നെ തക്കാളി നട്ടു. ഇനി വെള്ളം ഒഴിക്കണം. 3 പണികൾ ഞാൻ ചെയ്തു കൊടുത്തു. ഇനി 4 പണികൾ ചെയ്യണം. അവധി ആയിക്കൊണ്ടാണ് ഞാൻ 4 പണികൾ ചെയ്യുന്നത്. അവധിയില്ലാത്ത സമയത്ത് എനിക്ക് പഠിക്കില്ല. ഇല്ലാത്ത സമയത്ത് സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ പിന്നെ പഠിത്തത്തോട് പറ്റും. പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിക്കാതിരിക്കാൻ പറ്റും. അത് കാരണം അമ്മ പറയും, ഞാൻ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ അമ്മ പറയും, അമ്മ പഠിക്കാൻ കുറേ ഇല്ലെന്ന് പറയും. ഞാൻ 3 ദിവസം അവധി ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ദിവസമായി. ഇന്നും കൂടെ കൂട്ടിയാ 3. ഇനി നാളെ ആവുമ്പോ 2 ദിവസം. പൂപ്പിമോളോട് പറയാതെ ഓണാക്കാവേ. ഇച്ചിരി താത്ത് പിടിച്ചേ. പൂപ്പിമോൾക്ക് മനസ്സിലായേ. പൂപ്പിമോളാണ് എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നത്. ഇഷ്ടം കൃഷിയൊക്കെ ചെയ്യാൻ. ടീച്ചർ പറഞ്ഞു കൊടുക്കും വീട്ടിൽ കൃഷിയൊക്കെ, പച്ചക്കറിത്തോട്ടം വേണം, ഉള്ള ഇടയിൽ കൃഷി ചെയ്യണം, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെന്ന്. അപ്പോൾ കടകളിലൊക്കെ കിട്ടുന്ന വിഷമുള്ളതല്ലേ. നേരത്തെ നട്ടാക്കിയാണ്. അതൊക്കെ പതുക്കെ അതിന് അവത്തേൽ ഒഴിക്കടി. ഉച്ച ഒഴിച്ചിട്ട് അവത്ത വീഴുന്നില്ലല്ലോ ഒന്നും. പാകണം കളിപ്പിക്കണം. ഒഴിക്കാം. 3ാമത്തെ ആവശ്യം വെള്ളം എടുക്കുന്നത്. ലൂപ്പി എടുക്കാം അടുത്ത പ്രാവശ്യം. ഇനി നമുക്ക് പാത്രം കൊണ്ട് ഇനി പാത്രം കൊണ്ടായിരിക്കും കൂടുതൽ കഴിക്കേണ്ടത്. ഏതിനൊക്കെ ഒഴിക്കണമെന്ന് അറിയാലോ. പതുക്കെ ഒഴിച്ചുകൂടെ. ഇവിടെ ഇപ്പം ഒരെണ്ണത്തിന് മാത്രമേ ഒഴിക്കാനുള്ളൂ. ഈ ഗ്രോബാഗിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ കാരണം ഞാൻ സ്പ്രേ ചെയ്തായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് പയറിന് ഒഴിക്കാം. ഗൈസ് പയറ് വളർന്നു. പതുക്കെ ഒഴിക്കാം. എല്ലാത്തിനും ഒഴിച്ചു. ഇനി ഇതിനും കൂടെ ഒഴിക്കാം. ഇതെന്താ അമ്മേ? ചീനിയാ. കാന്താരി. കാന്താരി മുളക്. ഇത് എപ്പിനാ നട്ടത്? അത് തന്നെ വീണ് കിളത്തതാ. തന്നെ വീണ് കിളത്താം. ഗൈസ് ഇനി ഇതിനൊഴിക്കാം. ഗൈസ് ഇച്ചിരി കൂടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കണം. ഉപ്പിമോക്ക് ഇഷ്ടമാണ് വെള്ളമൊക്കെ ഒഴിക്കാനും കൃഷി ചെയ്യാനും. ചെറുപ്പം തൊട്ടേ ഞാൻ ചെയ്യുമായിരുന്നു. അത് കണ്ടു പഠിച്ചതാണ്. എൻ്റെ കൂടെ ഇതിനുമൊക്കെ വരുമായിരുന്നു. ഉണ്ടായി കിടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി ഉണ്ടായാലും അത് കറി വെക്കുമ്പം അപ്പയോട് പറയും, നമ്മുടെ പറമ്പിലെയാ. പറച്ചിലേട്ട ഏക്കർ കണക്കിന് പറമ്പുള്ള പോലെയാ. എന്നാലും പിള്ളേർക്ക് സന്തോഷം. നമുക്ക് നടുന്ന നമുക്ക്
പൂപ്പിമോളുള്ള ദിവസം ഞാൻ പച്ചക്കറി എന്നിട്ടുള്ളത് പറിക്കുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നട്ടായിരുന്നു അതിനകത്ത്. അപ്പൊ എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ അത് പറയാൻ ഇച്ചിരി പാടാണ്. കാരണം അപ്പൊ എല്ലാവർക്കും റിപ്പബ്ലിക്. അപ്പൊ ഞാൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബാക്കിയെല്ലാം കൂടെ ചെയ്തേക്കണേ. എനിക്കൊരു അവധി കിട്ടിയാൽ ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെയാണ്, എനിക്ക് പണിയൊക്കെ ചെയ്യാൻ ഇഷ്ടമൊക്കെയാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണേ. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ? ചെയ്യണം കേട്ടോ. ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഉണ്ട്, ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ലൈക്ക് ചെയ്യണേ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇന്ന് പഠിക്കാറ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.